ഈ കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലും ഡോക്ടർമാർ സമരത്തിലേക്ക് നീങ്ങുകയാണ്. PG ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും ഇന്ന് സമരം നടത്തും. OPയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചായിരിക്കും സമരം. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, ഒരു സമയത്ത് ഡോക്ടർ വന്ദനാദാസ് കൊലപാതകത്തിന് ശേഷമൊക്കെ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് മേലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വലിയ ചർച്ചയാവുകയും അവർക്ക് സുരക്ഷ വേണമെന്നുള്ള കാര്യമൊക്കെ ചർച്ചയുണ്ടായതാണ്. പക്ഷേ ഇപ്പോൾ കൊൽക്കത്തയിലെ ഈ കേസ് അതിൽ നിന്നൊക്കെ വലിയ വ്യത്യസ്തമാണ്. ക്രൂരമായാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത്. കൂട്ടബലാത്സംഗം എന്ന രീതിയിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. കേരളത്തെ ഇത് ഏത് രീതിയിലാണ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ കാണുന്നത്? ഈ സമരം ഏത് രീതിയിൽ ബാധിക്കും രോഗികൾ? അശ്വതി, വലിയ രീതിയിൽ ആശങ്കയിൽ തന്നെയാണ്. കാരണം തുടർച്ചയായി ഇങ്ങനെ ആശുപത്രിയിൽ ആക്രമിക്കപ്പെടുന്നത് അത് തുടർച്ചയാവുകയാണ്. അത് രാജ്യത്ത് എവിടെ നടന്നാലും അതിൻ്റെ ഒരു സ്വഭാവം ഒരേ രീതിയിലേക്ക് തന്നെ ആയി പോകുന്നു എന്നതാണ്. കഴിഞ്ഞ തവണ കേരളത്തിലും നമ്മൾക്ക് ഇത് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഡോക്ടർമാരെ തന്നെ അവരുടെ ചികിത്സാ കേന്ദ്രങ്ങളിൽ തന്നെ അവരെ രോഗികളെ ചികിത്സിക്കുന്നു. ആ ഇടങ്ങളിൽ വെച്ച് അവിടെ ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവങ്ങൾ അതിനൊരു പൊതു സ്വഭാവം ആ രീതിയിലേക്ക് തന്നെ വരുന്നു എന്നതാണ്. എല്ലായിടത്തും അവർ സുരക്ഷിതരല്ല എന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രതിഷേധത്തിന് ശക്തി കൂടുവാൻ കാരണം. കേരളത്തിലും ഈ പ്രതിഷേധം ശക്തമാകുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. കാരണം നാളുകളായി ഡോക്ടർമാർ പറയുന്നു തൊഴിലിടങ്ങളിൽ പോലും തങ്ങൾക്ക് സുരക്ഷ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതിന് ഒട്ടനവധിയായ ഉദാഹരണങ്ങൾ വരുന്നു എന്നതാണ്. അതിന് ഒരു തടയിടാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ശക്തമായ നിയമ സംവിധാനങ്ങൾ ഇക്കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാകണം, നിയമനിർമ്മാണങ്ങൾ അടക്കമുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള ഒരു അക്രമ സംഭവങ്ങൾക്ക് തടയിടാൻ കഴിയുകയുള്ളൂ എന്ന് നേരത്തെയും കേരളത്തിൽ ഇതുപോലെയുള്ള ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ശക്തമായ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ശക്തമായ ഇതിൽ നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുതുതായി കൊൽക്കത്തയിലെ സംഭവവും ആ സമരത്തിന് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നവരുടെ പ്രതിഷേധ ശബ്ദങ്ങൾക്ക് ഒന്നുകൂടി ആക്കം കൂട്ടുകയാണ്. ഇന്ന് നടക്കുന്ന പ്രതിഷേധവും അതുതന്നെയാണ്. OPയും അതോടൊപ്പം തന്നെ വാർഡും ബഹിഷ്കരിച്ചുകൊണ്ടാണ് PG ഡോക്ടർമാരും സീനിയർ ഡോക്ടർമാരും ഈ സമരത്തിൻ്റെ ഒരു ആദ്യ പടിയിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആശുപത്രിയിലെ സ്ഥിതികൾ അത് രോഗികൾക്ക് ചികിത്സയ്ക്ക് തടസ്സം നേരിടാനുള്ള സാധ്യതകളുണ്ട്. കാരണം ആശുപത്രിയിലേക്ക് എളുപ്പത്തിൽ എത്തി ചികിത്സിച്ച് പെട്ടെന്ന് മടങ്ങുക എന്ന രീതിയിലേക്ക് ഈ സർക്കാർ ഡോക്ടർമാർ അല്ലെങ്കിൽ അവർ സേവനമനുഷ്ഠിക്കുന്ന ഇടങ്ങളിൽ ആ രീതിക്ക് ഒരു തടസ്സം നേരിടും സ്വാഭാവികമായും. കാരണം ഈ പ്രതിഷേധം ശക്തമായിട്ട് തന്നെ തുടരും. ഒപ്പം തന്നെ KGMOയുടെയും ഒരു പ്രതിഷേധ ദിനം ഇന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സീനിയർ ഡോക്ടർമാരും അതോടൊപ്പം PG ഡോക്ടർമാരും സമരത്തിലേക്ക് പങ്കെടുക്കുന്നതോടുകൂടി ഈ ആശുപത്രിയിൽ സേവനങ്ങൾ ചികിത്സാ സംവിധാനങ്ങളടക്കം തടസ്സം ഭാഗികമായെങ്കിലും തടസ്സം നേരിടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. തിരുവനന്തപുരത്ത് ശ്രീചിത്രയിലെ ഡോക്ടർമാരും സമരത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇവിടെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഇന്നും പരസ്യമായ രീതിയിലുള്ളൊരു പ്രതിഷേധ സമരത്തിന്, അതായത് അവരുടെ ഒരു പ്രതിഷേധം വ്യക്തമാക്കുന്നതിന് ധർണ അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ആശുപത്രി പരിസരങ്ങളിൽ ഉണ്ടായേക്കാം. ഒരു പ്രത്യക്ഷ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവം വരും ദിവസങ്ങളിൽ IMA കൂടി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പറയുന്നപ്പോൾ വലിയ രീതിയിലേക്കുള്ളൊരു പ്രതിഷേധത്തിന് തന്നെയാണ് കേരളത്തിലും ഉള്ളത്. ദേശീയ തലത്തിൽ രൂപീകരിച്ച ആക്ഷൻ ഫോറത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തുക എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഈ മാസം 18 മുതൽ 31 വരെ ആശുപത്രികളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് ഏത് രീതിയിലാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് പ്രാഥമികമായ ഒരു വിവരശേഖരണം അടക്കം നടത്തുക എന്ന കാര്യം കൂടി ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. അശ്വതി. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.